യുഎസിനെതിരെ റഷ്യയും ഉത്തര കൊറിയയുമായി ചേർന്ന് ചൈന ഗൂഢാലോചന നടത്തുകയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈനിക രംഗത്തെ മികവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും അത്യാധുനിക ആയുധങ്ങളും ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന സൈനിക പരേഡ് ചൈന സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ആരോപണം. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ജാപ്പനീസ് സൈന്യത്തിനെതിരെ നേടിയ വിജയത്തിന്റെ 80ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ചൈന സൈനിക പരേഡ് നടത്തിയത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ എന്നിവർ പരേഡ് വീക്ഷിക്കാനെത്തിയിരുന്നു. റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യയുമായുള്ള സൗഹൃദം ഉലയുന്നതിനിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ സന്ദർശനത്തിന് എത്തുകയും ചെയ്തു. റഷ്യയും ഉത്തര കൊറിയയുമായി ചേർന്ന് യുഎസിനെതിരെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഗൂഢാലോചന നടത്തുകയാണെന്ന് ട്രംപ് ആരോപിച്ചു. യുഎസിനെതിരെ ഗൂഢാലോചന നടത്തുന്നതിനിടെ എന്റെ ഊഷ്മളമായ ആശംസകൾ വ്ളാഡിമിർ പുടിനെയും കിം ജോങ് ഉന്നിനെയും അറിയിക്കുക. ഷീയെ അഭിസംബോധന ചെയ്ത ട്രംപ് ബുധനാഴ്ച ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അധിനിവേശ ജാപ്പനീസ് സേനയെ പുറത്താക്കുന്നതിൽ യുഎസ് നൽകിയ പിന്തുണയെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് യുദ്ധകാല ചരിത്രം തിരുത്തിയെഴുതാനാണ് ചൈനയുടെ ശ്രമമെന്നും അതിൽ അതൃപ്തിയുണ്ടെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഒട്ടേറെ അമേരിക്കക്കാർ ചൈനയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുണ്ടെന്നും അവരുടെ ധീരതയും ത്യാഗവും അർഹിക്കുന്ന വിധത്തിൽ സ്മരിക്കപ്പെടുമെന്നും ട്രംപ് കുറിച്ചു. ചൈനീസ് ജനതയ്ക്ക് ആശംസ അറിയിക്കാനും ട്രംപ് മറന്നില്ല. തനിക്ക് യാതൊരു ഉത്കണ്ഠയുമില്ലെന്നും രാഷ്ട്രങ്ങളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ട്രംപ് പറഞ്ഞിരുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം ഞങ്ങളുടേതാണ്. അവർ ഒരിക്കലും ഞങ്ങൾക്കെതിരെ അവരുടെ സൈന്യത്തെ ഉപയോഗിക്കില്ല, എനിക്കുറപ്പാണ്, ട്രംപ് പറഞ്ഞു. തിങ്കളാഴ്ച പുടിനുമായി നടത്തിയ ചർച്ചയിൽ ചൈനയെയും റഷ്യയെയും രണ്ടാം ലോകമഹായുദ്ധത്തിലെ വിജയികളായ ശക്തികൾ എന്ന് ഷീ വിശേഷിപ്പിച്ചിരുന്നു. യുഎസിന്റെ പങ്കിനെക്കുറിച്ച് ഷീ പരാമർശിച്ചിരുന്നില്ല. മിസൈലുകൾ, ആധുനിക യുദ്ധവിമാനങ്ങൾ, മറ്റ് നൂതന ആയുധങ്ങൾ എന്നിവ അണിനിരത്തിയ സൈനിക പരേഡ് ആഗോളതലത്തിൽ ശക്തി പ്രകടിപ്പിക്കാനുള്ള ചൈനയുടെ ഏറ്റവും പുതിയ ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. ചില ആയുധങ്ങൾ ആദ്യമായാണ് ചൈന പരസ്യമായി പ്രദർശിപ്പിച്ചത്. പരേഡിന് നേതൃത്വം നൽകിയ ഷീ സായുധ സേനയെ പ്രശംസിക്കുകയും ചൈനയുടെ ഉയർച്ചയെ തടയാനാവില്ല എന്ന് പറയുകയും ചെയ്തു. പുടിനും കിമ്മും ചൈനീസ് നേതാവിനൊപ്പം ഉണ്ടായിരുന്നു. ഇതാദ്യമായാണ് 3 രാഷ്ട്രതലവന്മാരും ഒരുമിച്ച് ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്.